അപ്പോൾ ഇന്നത്തെ യാത്ര വെറുതെ ഇരിക്കുന്ന ആങ്ങളേനെ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്കൊരാഗ്രഹം ബീച്ച് കാണണം പോലും. അങ്ങനെ അവനെയും കുത്തിപ്പൊക്കി അവളുമാര് ബീച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അല്ലേലും അങ്കിളിന്റെ തലവട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുമാർക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. മരുമക്കളുടെ സകലമാന കുരുത്തക്കേടുകൾക്കും കൂട്ടു നിൽക്കുക എന്നുള്ളത് അവന്റെ ഒരു ഹോബിയുമാണ്. അങ്കിളിനെ മക്കളെ ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറുന്ന സമയം ഏതെങ്കിലും ഒരു സമയമായിരിക്കും എന്ന് അറിയുന്നത് കൊണ്ട് കൂടെ ഞങ്ങളും പോയി. നല്ല മഴ സമയമായതുകൊണ്ട് കടലിലേക്കൊന്നും ഇറക്കുന്നുണ്ടായിരുന്നില്ല. അധികം അങ്ങനെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് കളിക്കാനൊന്നും പറ്റിയില്ല എന്നുള്ള ആശങ്കയിലായിട്ടാ മൂന്നുപേരും. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ണിപ്പെട്ടത്. അത് കണ്ട പാടെ അങ്കിളിനെയും കൂട്ടി വാലിന് തീ പിടിച്ച പോലെ മൂന്നുപേരും കൂടെ ഒറ്റ ഓട്ടം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ ഞങ്ങളും പുറകെ ഓടിച്ചെന്നേ. അപ്പോഴാണ് ആ വലിയ സത്യം മനസ്സിലായത്. തവളേനെ അടിച്ചു കൊല്ലാനാ ഇവര് വാലിന് തീ പിടിച്ച പോലെ ഓടിയത്. എന്റെ മികുട്ടനാണെങ്കിൽ അടിച്ചു കൊന്ന തവളേനെ പൊക്കിയെടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. ഇവിടെ കളിക്കാൻ വേറെയും കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നേ. ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിലം തൊടാണ്ടുള്ള ഓട്ടവും ഏതാണ് ഇളക്കി മറിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള നിരീക്ഷണത്തിലാട്ടോ മികുട്ടൻ. അങ്ങനെ ഒരുവിധം എല്ലാത്തിനെയും കൂടെ വാരിക്കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോരുമ്പോഴേ നല്ല മഴയായതുകൊണ്ട് ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചു. എനിക്ക് തരാതെ ഇവിടെ ആരാണ് ചായ കുടിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്നായി മികോട്ടെ. നമ്മൾ ആരെന്ത് കഴിച്ചാലും അവനുള്ള ഒരു പങ്ക് അതിൽ നിന്ന് കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് ഇപ്പം. അങ്ങനെ അവന്റെ പങ്ക് അവനും കൊടുത്ത് ഞാനും ചായ കുടിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ.